ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ നോക്കുന്നത് കേരളത്തെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സ്, കേരള ബേസിക് ഫാക്ട്സ് ആണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കേരളം നിലവിൽ വന്ന വർഷം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളം നിലവിൽ വന്ന വർഷം 1956 നവംബർ 1. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചതെന്നറിയാം. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 5 ജില്ലകൾ. എത്ര ജില്ലകളുണ്ടായിരുന്നു? 5 ജില്ലകൾ. ഏതൊക്കെയാണ് ആ ജില്ലകൾ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ഒന്നാമത്തെ ജില്ല, തിരുവനന്തപുരം. രണ്ടാമത്തേത് കൊല്ലം. ഓക്കെ, രണ്ടാമത്തെ ജില്ല. എത്ര ജില്ലകളുണ്ടായിരുന്നു? 5 ജില്ലകളുണ്ടായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം. അടുത്ത ജില്ല ഏതാ? കോട്ടയം. അടുത്ത തൃശ്ശൂർ. അടുത്തേതാ? മലബാർ. ഓക്കെ, മലബാർ. അങ്ങനെ 5 ജില്ലകളാണ്. കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു? 5 ജില്ലകളുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ വന്ന് 1956 നവംബർ 1 കേരള പിറവി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക. അടുത്ത ജനസംഖ്യ 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? 3,34,661 പേര്. ഓക്കെ, 3,34,661 പേരാണ് 2011 സെൻസസ് പ്രകാരം. ഓക്കെ, ഇപ്പോൾ നിലവിൽ അത് കൂടിക്കാണും. 2011 സെൻസസ് പ്രകാരമാണ് ഏത്? 3,34,661 പേര് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് പഠിക്കേണ്ട കേരളത്തിൻ്റെ വിസ്തീർണമാണ്. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണെന്നാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് കേരളത്തിൻ്റെ ആകെ ജില്ലകൾ. രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു? 5 ജില്ലകളുണ്ടായിരുന്നു. നിലവിൽ എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളുണ്ട്. ഓക്കെ, ഓർത്തോക്ക് എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളുണ്ട്. എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട്? 14 ജില്ലാ പഞ്ചായത്തുകളുണ്ട്. എത്ര ജില്ലാ പഞ്ചായത്തുണ്ട്? 14 ജില്ലാ പഞ്ചായത്തുണ്ട്. ഓർത്തോക്ക് എത്ര ജില്ലാ പഞ്ചായത്താണ്? 14 ജില്ലാ പഞ്ചായത്ത്. ഓരോ ജില്ലയ്ക്ക് ഓരോ ജില്ലാ പഞ്ചായത്ത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ എവിടെ? തിരുവനന്തപുരം. കേരളത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം എന്ന് ഓർത്ത് വയ്ക്കുക. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണെന്ന് ഓർത്തേക്ക് മറന്നു പോരുത്. കേരളത്തിൻ്റെ തലസ്ഥാനം എല്ലാവർക്കും അറിയാവുന്നതാണ്, കൊച്ചുകുട്ടിയൊക്കെ അറിയാവുന്നതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയാണ്. മാറിപ്പോരുത്. മുമ്പ് പഠിച്ചു വെച്ചിരുന്നത് ഏത് ജില്ലയാണ് പഠിച്ചു വെച്ചിരുന്നത്? പാലക്കാടാണ് പഠിച്ചു വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലെ ഏത് ജില്ലയാണ്? ഇടുക്കി ജില്ലയാണ്. ഞാൻ മറന്നു പോരുത്. ഏത് ജില്ലയാണ്? ഇടുക്കി ജില്ലയാണ് ഏറ്റവും വലിയ ജില്ല. ഇടുക്കി ജില്ലയാണ് ഏറ്റവും വലിയ ജില്ല. ഓക്കെ, കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന തിരുവനന്തപുരം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജില്ല ചോദിച്ചാൽ ഇടുക്കി ജില്ലയാണെന്ന് ഓർത്ത് വയ്ക്കാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ നിലവിൽ ഇടുക്കി ജില്ലയുടെ വിസ്തീർണം കൂടെ പഠിച്ചു വയ്ക്കുക. എത്രയാണ് ഇടുക്കി ജില്ലയുടെ വിസ്തീർണം? 4,612 ചതുരശ്ര കിലോമീറ്റർ. 4,612 ചതുരശ്ര കിലോമീറ്ററാണ് ഇടുക്കി ജില്ലയുടെ വിസ്തീർണം. അപ്പോൾ ഏറ്റവും വലിയ ജില്ല ഏതായിരുന്നു എന്ന് പറഞ്ഞു? പാലക്കാടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാലക്കാടിൻ്റെ നിലവിലെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനം. കേരളത്തിൻ്റെ നിലവിലെ ഏറ്റവും വലിയ 2ാമത്തെ ജില്ല ചോദിച്ചാൽ ഏതാണ്? പാലക്കാട് ജില്ലയാണ്. നേരത്തെ ഏതായിരുന്നു? പാലക്കാടായിരുന്നു. നിലവിൽ ഏതാണ്? ഏത് ജില്ലയാണ്? ഇടുക്കി ജില്ലയാണെന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഇലക്ഷനൊക്കെ നടന്ന സമയമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജില്ലാ പഞ്ചായത്തുകൾ പഠിച്ചു. 14 ജില്ലാ പഞ്ചായത്തുകൾ. അപ്പോൾ എത്ര ബ്ലോക്ക് പഞ്ചായത്തുണ്ടെന്ന് പഠിക്കാം. 152 ബ്ലോക്ക് പഞ്ചായത്ത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു വയ്ക്കുക. 14 ജില്ലാ പഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്. 152 ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പഠിക്കുക. 152 ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ 941 ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, 941 ഗ്രാമപഞ്ചായത്ത്. മറന്നു പോകരുത്. 941 ഗ്രാമപഞ്ചായത്ത് ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ അത് ചോദ്യങ്ങൾ കൃത്യമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഓർത്ത് വയ്ക്കുക. കുറേ വാർഡുകൾ പുതിയതായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ഓർത്ത് വയ്ക്കുക. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഷാജഹാൻ. ഓർത്ത് വയ്ക്കുക, ഷാജഹാൻ. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് വെച്ചാൽ ഷാജഹാനാണ്. ഇദ്ദേഹമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഷാജഹാനാണ്. ഓക്കെ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഷാജഹാനാണെന്ന് ഓർത്ത് വയ്ക്കാം.
ക്ലിയർ. ഇദ്ദേഹമായിരുന്നു ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ. ഡീലിമിറ്റേഷൻ എന്ന് വെച്ചാൽ പുതിയ വാർഡുകളും അല്ലെങ്കിൽ പുതിയ വാർഡുകൾ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയായിരുന്നു ഏത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കേണ്ടത് എത്ര കോർപ്പറേഷൻ ഉണ്ടെന്ന് നോക്കുക. എത്ര കോർപ്പറേഷൻ? 6 കോർപ്പറേഷൻ. എത്ര കോർപ്പറേഷൻ ഉണ്ട്? 6 കോർപ്പറേഷൻ ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. എത്ര താലൂക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ 78 താലൂക്കാണ്. 78 താലൂക്കാണ് നിലവിലുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, 6 കോർപ്പറേഷൻ അവസാനം നിലവിൽ വന്ന കോർപ്പറേഷൻ ഏതാ? കണ്ണൂർ കോർപ്പറേഷൻ. ഏത് കോർപ്പറേഷനാണ്? കണ്ണൂർ കോർപ്പറേഷൻ ഓർത്ത് വയ്ക്കുക. കണ്ണൂർ കോർപ്പറേഷൻ ഏറ്റവും അവസാനം നിലവിൽ വന്ന കോർപ്പറേഷൻ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് എത്ര മുനിസിപ്പാലിറ്റി ഉണ്ടെന്ന് നോക്കിയാൽ എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട്? നമ്മൾ കോർപ്പറേഷൻ പഠിച്ചു, 6 കോർപ്പറേഷൻ പഠിച്ചു. എത്ര ഗ്രാമപഞ്ചായത്ത് പറഞ്ഞു? 941 ഗ്രാമപഞ്ചായത്ത് പറഞ്ഞു. 87 നഗരസഭ. 87 നഗരസഭകളുണ്ട്. 87 നഗരസഭകൾ. എത്ര നഗരസഭകളുണ്ട്? 87 നഗരസഭകളുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, എത്ര നഗരസഭയാണ്? 87 നഗരസഭ. ഓക്കെ, ഇപ്പോൾ നിയമസഭാ അംഗങ്ങൾ എത്ര പേരുണ്ട്? 140 നിയമസഭാ അംഗങ്ങളാണ്. 140 നിയമസഭാ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ അതിനോട് ചോദ്യങ്ങൾ പഠിക്കാം. ഇലക്ഷനൊക്കെ നടന്നുകൊണ്ട് ചോദ്യങ്ങൾ പഠിച്ചു വയ്ക്കുക. MLA ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സ്. MLA ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സ്. അതുപോലെ തന്നെ CM ആക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ചോദിച്ചാലും 25 വയസ്സ്. CM ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സ്. എന്നാൽ പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ നടന്നല്ലോ. പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകാൻ 21 വയസ്സ്. ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകാൻ എത്രയാണ്? 21 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് വോട്ട് ചെയ്യാൻ, പഞ്ചായത്തിലല്ല എല്ലാം വോട്ട് ചെയ്യാനുള്ള പ്രായം 18 വയസ്സ്. ഓക്കെ, 18 വയസ്സ് വോട്ട് ചെയ്യാനുള്ള പ്രായം. പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകാനുള്ള വയസ്സ് എത്രയാണ്? 21 വയസ്സ്. പഞ്ചായത്ത് മെമ്പർ ആവാനുള്ള 21 വയസ്സാണ്. ഈ മെമ്പർ ആകുന്ന ആളിന് എന്താവാം? പ്രസിഡൻ്റ് ആവാം. ഓക്കെ, അപ്പോൾ MLA ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. 25 വയസ്സ് മറന്നുപോയത്. ഓക്കെ, ഇപ്പോൾ കേരളത്തിലെ നിയമസഭാ അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിലേക്ക് വന്നത്. നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 140. മുമ്പ് 141 ആയിരുന്നു. എത്രയായിരുന്നു? 141 ആയിരുന്നു. എന്തൊഴിവാക്കി? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്നൊരു സംഭവം ഉണ്ടായിരുന്നു, അതിനെ ഒഴിവാക്കി. എത്രാം ഭരണഘടനാ ഭേദഗതി? 104-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന നിയമസഭയിലേക്കുള്ള ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം റദ്ദാക്കി. എത്രാം ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ 104-ാം ഭരണഘടനാ ഭേദഗതി എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, 104-ാം ഭരണഘടനാ ഭേദഗതി എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത കേരളത്തിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എത്ര വെച്ചാൽ 14. പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14 എന്ന് ഓർത്ത് വയ്ക്കുക. എത്രയാണ്? 14 എന്ന് ഓർത്ത് വയ്ക്കുക. എന്നാൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? 2. ഓക്കെ, ഏതൊക്കെയാണ്? സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയാണ്. ഓക്കെ, പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2, പട്ടിക ജാതി സംവരണ മണ്ഡലങ്ങൾ 14 എന്ന് ഓർത്ത് വയ്ക്കുക. കേരളത്തിലെ നിയമസഭാംഗങ്ങൾ 140 ആണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക, മറന്നു പോകരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. കേരളത്തിൻ്റെ നിലവിൽ വന്ന വർഷം 1956 നവംബർ 1. നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു? 5 ജില്ലകളുണ്ടായിരുന്നു. കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. ഓക്കെ, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. അപ്പോൾ കേരളത്തിലെ 2011 സെൻസസിൻ്റെ മലയാളം എന്താണ്? കനേഷ് കുമാരി. ഓർത്തേക്ക്, കനേഷ് കുമാരി നിർത്തുവയ്ക്കുക, കനേഷ് കുമാരി. ഓക്കെ, അപ്പോൾ 2011 സെൻസസ് അനുസരിച്ച് ജനസംഖ്യ 3,34,661. 3,34,661. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ആകെ ജില്ലകളുടെ എണ്ണം 14. നിലവിൽ ജില്ലകളുടെ എണ്ണം 14, ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14. ഓക്കെ, കേരളത്തിൻ്റെ തലസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരം. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാ?
തൃശ്ശൂർ. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടമലക്കുടി ആദിവാസി പഞ്ചായത്തിലെ റവന്യൂ രേഖയിൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിൻ്റെ ഭാഗമായിരുന്നു. ഏത്? എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ജില്ലയുടെ വില്ലേജിൻ്റെ ഭാഗമായിരുന്നു ഏത്? ഇടമലക്കുടി. അതിനെ എന്തിലോട്ട് ചേർത്തു? ഇടുക്കി ജില്ലയിൽ. ഇടുക്കിയിലേക്കൂടി ചേർത്തതോടുകൂടിയാണ് ഇടുക്കി ജില്ല ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറിയത്. മുമ്പ് ഏത് ജില്ലയായിരുന്നു? പാലക്കാട് ജില്ല. ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയായിരുന്നു ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇടുക്കി ജില്ലയുടെ നിലവിലെ വിസ്തീർണ്ണം ചോദിച്ചാൽ 4612 സ്ക്വയർ കിലോമീറ്റർ. 4612 സ്ക്വയർ കിലോമീറ്ററാണ് ഇടുക്കി ജില്ലയുടെ വിസ്തീർണ്ണം. രണ്ടാം സ്ഥാനം ഏതാ? പാലക്കാട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഏതാണ്? പാലക്കാട്. കേരളത്തിലെ ആകെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14, ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941, ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. പറഞ്ഞു വരുന്നത് 152ആണ്. ഇതിൻ്റെ കൂടെ നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ നിയമസഭ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു? ഷാജഹാൻ. ഓർത്ത് വയ്ക്കുക, ഷാജഹാനാണെന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ. അടുത്ത് നമ്മൾ പറഞ്ഞു കേരളത്തിലാകെ കോർപ്പറേഷനുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 6 കോർപ്പറേഷനാണ്. അവസാനം നിലവിൽ വന്ന കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ എന്ന് ഓർത്ത് വയ്ക്കുക. ഏതാണ്? കണ്ണൂർ കോർപ്പറേഷൻ എന്ന് ഓർത്ത് വയ്ക്കുക. ഏറ്റവും അവസാനം നിലവിൽ വന്ന കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. അടുത്ത കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 78ആണ്. എത്രയാണ്? 78ആണ് താലൂക്ക്. കേരളത്തിലെ നഗരസഭകൾ എത്രയെന്ന് ചോദിച്ചാൽ 87 നഗരസഭകളാണ്. അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞതാണ് കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം 140ആണ്. അപ്പോൾ 141 മുമ്പുണ്ടായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ്. അദ്ദേഹത്തെ ഒഴിവാക്കി. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്നുള്ളത് ഇത് സംസ്ഥാനങ്ങളിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്നുള്ളത് ഒഴിവാക്കി. എത്ര ഭരണഘടനാ ഭേദഗതി എന്ന് വെച്ചാൽ 104 ഭരണഘടനാ ഭേദഗതിയാണെന്ന് ഓർത്തേക്ക്. അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. MLA ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സ്, CM ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സ്, വോട്ട് ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സ്, പഞ്ചായത്ത് മെമ്പർ ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സെന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ കൂടെ പറഞ്ഞത് പട്ടിക ജാതി സംവരണ മണ്ഡലങ്ങൾ എത്രയെന്ന് വെച്ചാൽ 14, പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയെന്ന് വെച്ചാൽ എത്രയാണ്? 2. അതൊക്കെയാണ് സുൽത്താൻ ബത്തേരി മാനന്തവാടി എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പോയിന്റുമായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.